പയ്യാവൂർ തിരൂരിലെ ആക്കംപറമ്പിൽ ബിനോയുടെ മകൻ മാണിക് ബിനോയ്, ബിനോയുടെ സഹോദരൻ സെൽജിത്തിന്റെ മക്കളായ സെബാൻ, ഒരിജ, ഇവരുടെ സഹോദരി അനിതയുടെ മക്കൾ അഖിൽ ജോസ്, അയാൽ ജോസ് എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. ബിനോയുടെ വീട്ടിലെത്തിയ കുട്ടികൾ പുഴക്കരയിൽ കളിക്കുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത്. ഇവർക്കൊപ്പമുണ്ടായിരുന്ന ഒരിജ അബദ്ധത്തിൽ പുഴയിലെ വെള്ളക്കെട്ടിൽ കാൽവഴുതി വീഴുകയായിരുന്നു. ഈ കുട്ടിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് മറ്റുള്ളവർ അപകടത്തിൽപ്പെട്ടതെന്ന് കരുതുന്നു. ഇക്കൂട്ടത്തിലുണ്ടായിരുന്ന അമൽ എന്ന കുട്ടിയുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് അപകടത്തിൽപ്പെട്ട കുട്ടികളെ ആശുപത്രിയിലെത്തിച്ചത്. തൊട്ടടുത്ത് ആശുപത്രി സൗകര്യമില്ലാത്തതാണ് മരണസംഖ്യ വർദ്ധിക്കാനിടയാക്കിയതെന്ന് നാട്ടുകാർ പറയുന്നു. പയ്യാവൂർ ഹോസ്പിറ്റൽ അവിടെ എത്തുന്നോടം വരെ ജീവനുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അവിടെ നല്ലൊരു ഫെസിലിറ്റി ഇല്ല. അതിനെ തരണം ചെയ്യാനുള്ള, അതായത് വെന്റിലേറ്റർ അങ്ങനെ സൗകര്യങ്ങളുള്ള ഒരു നല്ലൊരു ഹോസ്പിറ്റൽ ഇല്ലാത്തതിൻ്റെ മെയിൻ കാരണം. ഒരാളെ അവിടെ മരിച്ചു, ബാക്കി 4 പേർക്കും ജീവനുണ്ടായിരുന്നു. സൗകര്യമില്ലായ്മയാണ് വരുന്നത്. കാരണം ഇത്രയും ദൂരം നല്ലൊരു ഹോസ്പിറ്റലിൽ പരിഹാരത്ത് വരണം. മന്ത്രിമാരായ കെ ശൈലജ, ഇ ജയരാജൻ, ഇ ചന്ദ്രശേഖരൻ, KPCC പ്രസിഡന്റ് VM സുധീരൻ, MLA മാർ തുടങ്ങി നിരവധി പേർ അപകട വിവരമറിഞ്ഞ് ആശുപത്രിയിലെത്തിയിരുന്നു. മരിച്ച കുട്ടികളുടെ ബന്ധുക്കൾക്ക് അടിയന്തര ധനസഹായമായി 10,000 രൂപ വീതം അനുവദിച്ചു. തുടർ സഹായം സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും മന്ത്രി കെ ശൈലജ പറഞ്ഞു. എന്തായാലും ഗവൺമെന്റ് ഗൗരവത്തിൽ ആ കാര്യം ആലോചിച്ച് ഗവൺമെന്റിന്റെ ഭാഗത്ത് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യും. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടുള്ള കുട്ടികളുടെ മൃതദേഹം തിങ്കളാഴ്ച സംസ്കരിക്കും. മീഡിയ 1 കണ്ണൂർ.